നേപ്പാളിൽ ഇപ്പോൾ ഉണ്ടായ ദുരന്തം ചൈന ഉണ്ടാക്കിയതാണോ? ഏതൊരു ദുരന്തം ഉണ്ടാകുമ്പോഴും ഇങ്ങനത്തെ ചില തിയറികൾ വരാറുണ്ട് എന്ന് പറഞ്ഞ് തള്ളരുത്. ഓസ്ട്രേലിയയിലെ അനലിസ്റ്റായ നഥാൻ റൂസർ സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ വിശകലനം ചെയ്തിട്ട് പറയുന്നു ഇത് മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തമാണ്. നമുക്കറിയാം ഏതാണ്ട് 1000-ഓളം പേർ മരിച്ചു. അതിൽ 143 പേർ ഇന്ത്യക്കാരാണ്. കൈലാസ മാനസ സരോവർ തീർത്ഥാടനത്തിന് പോയ നമ്മുടെ നാട്ടുകാരും മരിച്ചിട്ടുണ്ട്. നേപ്പാളികളും നമ്മളുമായി നല്ല സൗഹൃദത്തിലുള്ള ഈ ഒരു മുൻപ് ഹിന്ദു രാഷ്ട്രമായിരുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയുമായി ഏറ്റവും വലിയ സൗഹൃദത്തിലുള്ള ഒരു രാജ്യമാണ്. ജനങ്ങൾ, ഭരണകൂടങ്ങളുടെ നിലപാടല്ല ഞാൻ പറഞ്ഞത്, ജനങ്ങൾ ഇന്ത്യയുമായി അഭേദ്യമായ ബന്ധമുള്ള രാജ്യമാണ്. അപ്പോൾ ഈ നഥൻ റൂസർ മണ്ണിടിച്ചിലുണ്ടായത് നേപ്പാളിൻ്റെ ഭാഗത്ത് ലാങ്ടാക് ലിബുങ് എന്ന് പറയുന്ന ഒരു ചെരുവിലാണ്. ഈ ചെരുവിൽ എങ്ങനെ മണ്ണിടിച്ചിലുണ്ടായി എന്നതാണ് ഇപ്പോൾ സാറ്റലൈറ്റ് ചിത്രങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് നഥൻ റൂസർ എന്ന് പറയുന്ന ഓസ്ട്രേലിയക്കാരൻ, ഇന്ത്യക്കാരനല്ല കേട്ടോ, സംഖ്യയല്ല, പറയുന്നത്. അയാൾ ഒരുപാട് റിസർച്ചുകൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നടത്തിയിട്ട് പറയുന്നത് ടിബറ്റിലെ ഗാരോ ടൗൺ, അതിനടുത്തുള്ള ഹിമാനികൾക്ക് സമീപം ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ ചൈന നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ദുരന്തം എന്ന് പറയുന്നത് വെള്ളപ്പൊക്കമല്ല. വെള്ളപ്പൊക്കം വലിയ തോതിൽ ഗ്ലേഷ്യറുകൾ, ഹിമപാളികൾ ഇടിഞ്ഞു വീണ് നദിയിൽ കൃത്രിമമായ ഒരു പ്രതിസന്ധി ഉണ്ടായി. വെള്ളം അവിടെ കെട്ടിക്കിടന്ന് പിന്നീട് ഒരു ഡാം പോലെ ഈ ഒഴുകി വന്ന ഹിമാനിയും കല്ലും മണ്ണുമൊക്കെ ചേർന്ന് ഒരു തടയണ പോലെ ഉണ്ടായത് പൊട്ടിത്തെറിച്ചുണ്ടായ പ്രളയമാണ് നേപ്പാളിനെ ഇപ്പോൾ വിഴുങ്ങിയത്.